വാഷിങ്ങിന്റെ ബിസിനസിന്റെ ഏറ്റവും വലിയ അവസരം ഉണ്ടായി തന്നത് കാർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. എത്ര വൃത്തിയിൽ നോക്കിയാലും എത്ര ഞങ്ങൾ സൂക്ഷിച്ചു നോക്കിയാലും ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ സ്ക്രാച്ച് വീണുക്ക്. അതിന്റെ കാരണം എന്താണ്? അത് നിങ്ങൾ അടിച്ച പോളിഷിന്റെ അല്ലാതെ ക്ലിയർ കോട്ടിന്റെ ഗുണമില്ലാത്തതുകൊണ്ടാണോ? യഥാർത്ഥത്തില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ വണ്ടി വാഷ് ചെയ്യുമ്പോഴാണ്. വണ്ടി വാഷ് ചെയ്യുമ്പോൾ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കാതെ അവര് ഈ വണ്ടിയുടെ മുകളിൽ ഈ പ്രോപ്പർ അല്ലാത്ത ക്ലോത്ത് കൊണ്ട് അത് റൗണ്ടായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിലുള്ള മണ്ണ് കംപ്ലീറ്റ്, അല്ലെങ്കിൽ മുന്നേ ഉള്ള വണ്ടികളിലുള്ള മണ്ണോ ഈ തുണിയിലോ അല്ലെങ്കിൽ ബോഡിയിലോ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഇങ്ങനെ റബ്ബ് ചെയ്യുക. ആ റബ്ബ് ചെയ്യുന്ന സാധനം ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് സ്ക്രാച്ച് ആയിട്ട് വരും. അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു 4, 5, 6 തവണ നിങ്ങൾ ഇത് വാഷ് ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങൾ ലൈറ്റ് അടിക്കുമ്പോൾ അതിന്റെ ബോൾ ഉണ്ടാവും റൗണ്ടായിട്ടുള്ള കല. അതിൽ ഇതിന്റെ മെയിനായിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ എന്നെല്ലാം നിങ്ങൾ ചെറിയ വെള്ളം, വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. അതിലാണ് കൂടുതൽ സ്ക്രാച്ച് വരിക. എന്താ വെച്ചാൽ മണ്ണ് പ്രോപ്പറായിട്ട് അതിൽ പറ്റിയ ചെളികളൊന്നും അല്ലെങ്കിൽ മണലൊന്നും അവർക്ക് കളയാനുള്ള ഫെസിലിറ്റികളില്ല. പിന്നെയുള്ളത് നമ്മുടെ വാഷിംഗ് കേന്ദ്രത്തിന് ഒരു പ്രോപ്പർ കെമിക്കൽ ഉപയോഗിക്കില്ല. ഒന്ന് വെള്ളം അടിച്ച് അതിന്റെ ഓരോ സ്റ്റെപ്പിലും 1, 2 കെമിക്കൽ ഇടാനുണ്ട്. അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പറയുന്നതായിരിക്കും.